Hi everyone, I am Vineetha Sunil and you are watching Vinees Maths. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ടഫായിട്ടുള്ള ഒരു ഏരിയയാണ് ഡിവിഷൻ എന്നത്. അപ്പം എങ്ങനെ നമുക്ക് ഡിവിഷനെ നമുക്ക് എളുപ്പമാക്കി മാറ്റാം? കുട്ടികളെ മാത്രമല്ല, വലിയവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം ടഫായിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ് ഡിവിഷൻ. അപ്പം എങ്ങനെ നമുക്ക്, പ്രത്യേകിച്ചും കോമ്പറ്റേറ്റീവ് എക്സാംസ് ഒക്കെ എഴുതുമ്പം ഡിവിഷൻ്റെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഡിവൈഡ് ചെയ്ത് ആൻസറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം നിങ്ങൾ എടുക്കുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ അതെങ്ങനെ നമുക്ക് വിത്തിൻ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് കൊണ്ട് നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും? പ്രത്യേകിച്ചും ഡെസിമൽസ് ആൻസർ ആയിട്ട് വരുന്ന നമ്പർ, അതായത് ദശാംശ സംഖ്യകൾ വരുന്ന നമ്പേഴ്സ് ആൻസർ ആയിട്ട് വരുന്ന സംഖ്യകളാണെങ്കിൽ അത് വളരെയധികം കുട്ടികൾക്ക് ബുദ്ധിമുട്ടുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ അതെങ്ങനെ നമുക്ക് വളരെ എളുപ്പത്തിൽ ആൻസറിലേക്ക് എത്താൻ പറ്റും എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യുന്നത്. ഡിവിഷനെ പറ്റിയിട്ട് ഞാൻ 2-3 വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം, അതുപോലെ ഐക്കാർഡായിട്ടും കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് അതും കൂടെ മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ഡിവിഷൻ നിങ്ങൾക്ക് ഇൻ ഫ്യൂച്ചറിലേക്ക് വളരെ എളുപ്പമുള്ള ഒരു ഭാഗമായിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ഡെയിലി പ്രാക്ടീസും ചെയ്യണേ, അല്ലെങ്കിൽ നമ്മൾ ആ പഴയ പ്രൊസീജിയറിലേക്ക് തന്നെ എപ്പോഴും നമ്മൾ അതിലേക്ക് തന്നെ മാറിപ്പോവും. അപ്പോൾ എങ്ങനെ നമുക്ക് ഡിവിഷൻ എളുപ്പമാക്കാം എന്ന് നോക്കാം. ഒരു എക്സാമ്പിൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം ആദ്യം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് 26 ഡിവൈഡഡ് ബൈ 39. 26 എന്ന നമ്പറിനെ ഞാൻ 39 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ നോർമൽ പ്രൊസീജിയർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. 26 നിങ്ങൾ അകത്തെഴുതും, 39 നിങ്ങൾ പുറത്തെഴുതും. എന്നിട്ട് ഒരുപാട് നമ്പേഴ്സ് എഴുതി ചില മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ചില കുട്ടികൾക്ക് ബുദ്ധിമുട്ടുള്ള ഭാഗമാണ്, അതുപോലും ബുദ്ധിമുട്ടാവും. അങ്ങനെ ഒരു ലെങ്തി പ്രൊസീജിയർ നമ്മൾ എഴുതും. അത് ഞാൻ എഴുതി കാണിക്കുന്നില്ല, കാരണം നമ്മൾ വെറുതെ നമ്മളെ സമയം പോക്കണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് എഴുതി കാണിക്കുന്നില്ല. നിങ്ങൾക്ക് അറിയാൻ പറ്റും 26 ഡിവൈഡഡ് ബൈ 39 എന്നുള്ള നിങ്ങൾ എത്ര ലെങ്തി പ്രൊസീജിയർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഞാനിത് വിത്തിൻ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് കൊണ്ട് ആൻസറിലേക്ക് എത്തുകയാണ്. ശ്രദ്ധിച്ചോളൂ. ഫസ്റ്റ് തന്നെ ഞാൻ ഈ 26 ഡിവൈഡഡ് ബൈ ഈ 39 എന്നുള്ളടത്ത് ഞാൻ 40 ആക്കി മാറ്റുകയാണ്. അപ്പോൾ ഒരു നമ്പറൊക്കെ കൂട്ടി എഴുതിയാൽ, ഡിനോമിനേറ്ററിൽ മാറ്റി എഴുതിയാൽ നമ്മൾ ചെയ്യുന്ന ഫ്രാക്ഷന് വലിയ വ്യത്യാസമൊന്നും വരില്ല. ചെറിയ ലാസ്റ്റ് ഡെസിമൽ സംഖ്യകളിലേക്ക് ഒരു ചെറിയൊരു മാറ്റം വരും. പക്ഷെ അത് നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുമല്ലോ. നമുക്കറിയാം ഡെസിമൽ നമ്പർ കഴിഞ്ഞിട്ട് 2-3 സ്ഥാനങ്ങൾ കറക്റ്റായാൽ മതി, അപ്പം തന്നെ ആൻസർ കറക്റ്റായി കിട്ടി. അപ്പം ഏറ്റവും ലാസ്റ്റിലേക്ക് നമുക്ക് കിട്ടണം, അല്ലെങ്കിൽ 10 പ്ലേസ് കിട്ടണം, 15 പ്ലേസ് കിട്ടണം, അതിൻ്റെ ഒരു ആവശ്യമില്ല കുട്ടികളെ. അപ്പം ശ്രദ്ധിച്ചോളൂ, നമ്മൾ ഇതിനെ 14 ആക്കി മാറ്റി. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, ഇവിടെ ഒരു 0 എനിക്കുണ്ട് ഡിനോമിനേറ്ററിൽ. അപ്പോൾ ആ 0നെ പോക്കാൻ വേണ്ടിയിട്ട് ഞാൻ മുകളിൽ ഒരു പ്ലേസ് മാറ്റിയിട്ട് ഡെസിമൽ പോയിൻ്റ് ഇട്ടു. എന്നിട്ട് ഞാൻ ഇങ്ങനെ എഴുതി 2.6 ഡിവൈഡഡ് ബൈ 4 എന്ന് എഴുതി. ഇനി ഞാൻ ചെയ്യുന്ന പ്രൊസീജിയർ ശ്രദ്ധിച്ചോളൂ. ഈ 2 ഡിവൈഡഡ് ബൈ 4 നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ അതിനെ 26 എടുക്കുക. ഓക്കെ, 2 കൃത്യമായിട്ട് ഇതിൽ പോവില്ലല്ലോ, നമുക്ക് ഫ്രാക്ഷൻസല്ലേ കിട്ടുന്നത്. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് പറഞ്ഞാൽ 26 എന്നുള്ള നമ്പർ എടുക്കുക. അപ്പം നമുക്ക് ഇവിടെ ഒരു ഡെസിമൽ പോയിന്റ് വന്നിട്ടുണ്ട്. അപ്പം 26 നിങ്ങൾ ഒരുമിച്ചാണ് എടുക്കുന്നത്. അപ്പം ആ ഡെസിമൽ പോയിന്റിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ഒരു പോയിന്റ് ഇട്ട് വെക്കണം. അപ്പം ഞാൻ ഈ ആൻസർ ഒന്ന് എഴുതാൻ പോവാണ്, 0. ഇനി 26 നിങ്ങൾ ഒരുമിച്ച് വെച്ചിട്ട് 4 കൊണ്ട് മനസ്സിൽ തന്നെ ടേബിൾ ചെല്ലി നോക്കിയാൽ മതി. അപ്പോൾ 4 ഇൻറ്റു വിച്ച് നമ്പർ യു ആർ ഗെറ്റിംഗ് 26 അങ്ങനെ തിങ്ക് ചെയ്യുക. അപ്പം 4ൻ്റെ ടേബിൾ ചെല്ലുമ്പോൾ നമുക്കറിയാൻ പറ്റും എത്ര പ്രാവശ്യമാണ് പോകുന്നത്. നിങ്ങൾക്ക് അറിയാൻ പറ്റും 6 ടൈംസ് ആണ് പോകുന്നത്. അപ്പോൾ 6 ഇൻറ്റു 4 24 എന്ന് നമുക്കറിയാം അല്ലേ. 6 ടൈംസ് ആണ് പോകുന്നത്. 6 4 24 ആണ്. പക്ഷേ നമ്മളുടെ ഇവിടുത്തെ നമ്പർ 26 ആണല്ലോ. അപ്പോൾ ആ ബാലൻസ് 2, അതായത് റിമൈൻഡർ 2 വരുന്നില്ലേ, ശിഷ്ടമായ 2, ആ 2നെ നിങ്ങൾ ഇവിടെ ഇങ്ങനെ മനസ്സിൽ ചെറുതായിട്ട് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് 26 എന്നുള്ള നമ്പർ പിന്നെയും കിട്ടി. 26 പിന്നെയും നിങ്ങൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എത്ര പ്രാവശ്യം പോയി? 6 ടൈംസ്. പിന്നെയും നിങ്ങൾക്ക് റിമൈൻഡർ എന്താ വരുന്നത്? 2 വരുന്നു. ആ 2നെ ഇവിടെ അങ്ങനെ തിങ്ക് ചെയ്യുക. അപ്പോൾ പിന്നെയും നമുക്ക് 26 എന്നുള്ള നമ്പറായി.
അപ്പം നമ്മൾ 26 ഡിവൈഡഡ് ബൈ 4 എത്ര ടൈംസ് 6. അങ്ങനെ ഈ പ്രൊസീജിയർ സെയിം റിമൈൻഡർ തന്നെയാണ് വരുന്നത്. അതുകൊണ്ട് ഈ നമ്പറിൻ്റെ നിങ്ങളെ ആൻസർ എന്താ വരുന്നത്? 0.6666. അതായത് ഈ നമ്പറെ നിങ്ങൾ ഡിവൈഡ് ചെയ്തിട്ട് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ആൻസർ കിട്ടും. 0.66666 എന്നുള്ളൊരു ആൻസർ നിങ്ങൾക്ക് കിട്ടുന്നു. അപ്പം നമുക്ക് എത്ര പെട്ടെന്ന് ആൻസറിലേക്ക് നമുക്ക് എത്താൻ പറ്റി നോക്കൂ. നിങ്ങളിത് ശരിക്കും കഷ്ടപ്പെട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ എത്ര ലെങ്തി പ്രൊസീജിയറാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമ്മൾ ആൻസറിലേക്ക് എത്തി. അപ്പം ഈ ടൈപ്പ് ഓഫ് നമ്പറിൻ്റെ പേരാണ് നിങ്ങൾക്ക് അറിയാൻ പറ്റും റിപ്പീറ്റിംഗ് ഡെസിമൽ അഥവാ റെക്കറിംഗ് ഡെസിമൽ എന്ന് പറയും. അപ്പം നിങ്ങൾക്ക് ഒരു റാഷണൽ നമ്പറാണ് 26/39. അത് റിപ്പീറ്റിംഗ് ഡെസിമലായിട്ടാണ് നിങ്ങൾക്ക് ആൻസർ കിട്ടിയിരിക്കുന്ന 0.66666 എന്നുള്ള നമ്പറായിട്ട് ആൻസർ കിട്ടി. അപ്പം നോക്കൂ, വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ആൻസർ കിട്ടി. അപ്പോൾ ഇത് ഇഷ്ടമായെങ്കിൽ നമുക്ക് മറ്റൊരു എക്സാമ്പിൾ ശ്രദ്ധിക്കുക. അപ്പം നിങ്ങളെ ലൈക്ക് മറന്നു പോകരുത്, കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ പോയിട്ട് ഇപ്പം തന്നെ ലൈക്ക് അടിച്ചോളൂ കേട്ടോ എല്ലാവരും. ഓക്കെ, അപ്പോൾ ഈ ആൻസർ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ഞാനൊന്ന് കാൽക്കുലേറ്ററിൽ അടിച്ച് കാണിക്കുകയാണ്. അപ്പോൾ അത് ശ്രദ്ധിച്ചോളൂ, ഈ ആൻസർ കൃത്യം ആൻസർ തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇപ്പോഴേ ലൈക്ക് ചെയ്ത് പോകണം. ഓക്കെ, അപ്പം നമ്മൾ വേറൊരു എക്സാമ്പിൾ എടുക്കുകയാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, 8 ഡിവൈഡഡ് ബൈ 29. 8നെ നമ്മൾ എങ്ങനെ 29 കൊണ്ട് ഡിവൈഡ് ചെയ്യും? ഇതും നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ. ഇറ്റ് ഈസ് ഓൾസോ എ ലെങ്തി പ്രൊസീജിയർ. നിങ്ങൾ ഡിവൈഡ് ചെയ്ത് നോക്കിക്കോളൂ. ഞാനൊന്നും പറയുന്നില്ല, നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്യാൻ അറിയുന്ന എല്ലാവർക്കും അറിയാം എത്ര സമയം നിങ്ങൾ എടുക്കുന്നുണ്ട്. നിങ്ങൾ തന്നെ ചെക്ക് ചെയ്തോളൂ. അപ്പം 8നെ ഞാൻ 29 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്യാണ്. നമ്മളൊന്ന് എത്ര എളുപ്പമുള്ള പ്രൊസീജിയറാണ് ഇതെന്ന് നിങ്ങൾക്കിപ്പോൾ അത് കണ്ടാൽ മനസ്സിലാവും. പക്ഷെ നിങ്ങൾ സാധാരണഗതിയിൽ ഇത് ചെയ്യുമ്പോൾ വളരെയധികം ടഫായിട്ടുള്ള പ്രൊസീജിയറാണ്. നമുക്ക് ഒരുപാട് ലെങ്തി സ്റ്റെപ്സ് എഴുതണം. ഒരുപാട് ലെങ്ത് ആയിട്ടുള്ള ആൻസറിലേക്ക് ഡെസിമൽ സ്ഥാനങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് നമുക്ക് ശ്രദ്ധിക്കാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. നേരത്തെ ചെയ്ത പോലെ തന്നെ ഞാൻ എന്ത് ചെയ്തു പറഞ്ഞാൽ 8 ഡിവൈഡഡ് ബൈ 30 എന്ന് എഴുതി. ഒരൊറ്റ പ്ലേസ് ഞാനിവിടെ കൂട്ടി എഴുതി. ഓക്കെ, ഒരു പ്രശ്നവുമില്ല, വാല്യൂസിനൊന്നും മാറ്റം വരില്ല. അപ്പം മിക്കവരും ആലോചിക്കും 29ഉം 30ഉം മിസ് സെയിം ആണോ, പിന്നെ എങ്ങനെയാണ് ആൻസർ ശരിയാവുന്നത്? അതാണ് മാത്സിൻ്റെ ട്രിക്ക്. ഓക്കെ, നെക്സ്റ്റ് ഈ 8 എന്നുള്ളത് ഇവിടെ ഒരു 0 ഉണ്ട്. അപ്പം ഞാൻ ഇവിടുന്ന് ഒരു പ്ലേസ് ഓഫ് പോയിന്റ് ഇങ്ങോട്ട് മാറ്റിയിട്ടു. അപ്പോൾ 0.8 എന്ന് എഴുതി, ഡിവൈഡഡ് ബൈ 3 എന്ന് എഴുതി. ഓക്കെ, ഇങ്ങനെ മാറ്റി എഴുതി. ഇനി ഞാൻ ചെയ്യുന്നത് വെറുതെ ഞാൻ 0.8 എന്ന നമ്പറിന് 3 കൊണ്ട് വെറുതെ ഞാൻ ഡിവൈഡ് ചെയ്ത് പോകുന്നേ ഉള്ളൂ. ശ്രദ്ധിച്ചോളൂ, അതും മനസ്സിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ശരിക്കും ഇത് എഴുതി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് മൈൻഡിൽ തന്നെ ആൻസർ കിട്ടും. ഞാൻ പിന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ബോർഡിൽ എഴുതണം. ഓക്കെ, അപ്പം 8 ഡിവൈഡഡ് ബൈ 3. 8 ഡിവൈഡഡ് ബൈ 3 നമ്മൾ എങ്ങനെ എഴുതുന്നു? 3ൻ്റെ ടേബിൾ നിങ്ങൾ ചൊല്ലിക്കോളൂ. അപ്പോൾ 3 8ൽ എത്ര പ്രാവശ്യം പോകുന്നു നിങ്ങൾക്ക് അറിയാൻ പറ്റും. 6 ആണ് അല്ലേ? 1 3 3 2 3s 6 ആണ് വരുന്നത്. അപ്പം 2 ടൈംസ് പോകുന്ന പോയിന്റ് ഇവിടെ ഉള്ളതുകൊണ്ടാണ് പോയിന്റ് ഇട്ടത്. 2 ടൈംസ് പോകുന്നു. ബാലൻസ് നമുക്ക് എത്ര ഉണ്ട്? ഒന്ന് ആലോചിച്ച് നോക്കൂ. 6 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 8ലേക്ക് എത്ര ബാലൻസ് ഉണ്ട്? 2 ഉണ്ട് അല്ലേ? അതായത് റിമൈൻഡർ 2 ഉണ്ട്. ആ 2 നിങ്ങൾ ഈ നമ്പറിന് മുൻപിൽ വിചാരിക്കുക. അപ്പം ഈ നമ്പർ എന്നിട്ട് ഒരുമിച്ച് വായിക്കുക അവിടെ. അപ്പോൾ എത്ര വരും? 22 എന്നായി അല്ലേ? ഈ മൊത്തം നമ്പർ ഇങ്ങനെ ഒരുമിച്ച് ചിന്തിക്കുക. അപ്പോൾ 22 എന്നായി. 22ൽ എഗെയിൻ നമ്മൾ ഡിവൈഡഡ് ബൈ 3 ചെയ്യാണ്. അപ്പോൾ 3ൻ്റെ ടേബിൾ ഇതേപോലെ ചെല്ലുക. അപ്പം നിങ്ങൾക്ക് അറിയാൻ പറ്റും 7 ടൈംസ് ആണ് 21. കറക്റ്റ് അല്ലേ? ബാലൻസ് എഗെയിൻ 1. ആ 1 ഇതിൻ്റെ മുൻപിൽ ആലോചിച്ചു. കറക്റ്റായോ? ഇനി 17 ഡിവൈഡഡ് ബൈ 3. 17 ഡിവൈഡഡ് ബൈ 3 നിങ്ങൾക്ക് എത്ര അറിയാൻ പറ്റും? 15 ടൈംസ് 5. ബാലൻസ് 2 വരുന്നുണ്ട്. അപ്പോൾ ആ 2നെ ഇവിടെ ചിന്തിച്ചു. 25 ആവുമ്പോൾ നിങ്ങൾക്കറിയാം 3ൻ്റെ ടേബിൾ എഗെയിൻ ചെല്ലുക. അപ്പം നിങ്ങൾക്കറിയാം 8 ടൈംസ് 8 × 3s 24. അപ്പോൾ 8. ബാലൻസ് 1. റിമൈൻഡർ ആണ് 1 വരുന്നത്. ബാലൻസ് 1. എഗെയിൻ 18 എടുത്തു. 18 3ൽ എത്ര പ്രാവശ്യം പോയി? 6 ടൈം.
അപ്പോൾ ഇവിടെ നമുക്ക് നോക്കൂ കറക്റ്റ് ആൻസർ കിട്ടി. പക്ഷേ നിങ്ങൾ ഇതന്നെ സാധനം കാൽക്കുലേറ്ററിൽ അടിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു 2-3 ഡെസിമൽ പ്ലേസ് കൂടുതലായിട്ട് കാണാം. കാരണം നിങ്ങൾക്ക് അറിയില്ലോ 15 പ്ലേസ് ഓഫ് ഡെസിമലോ അല്ലെങ്കിൽ 10 പ്ലേസോ ഡിപ്പെൻസ് അപ്പോൺ കാൽക്കുലേറ്റർ നമുക്ക് കുറച്ചും കൂടെ വലിയ ആൻസറിലേക്ക് വരാം. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ആയി പോയത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 29 പകരം എന്ത് വെച്ചിട്ടാണ് ചെയ്തത് 30 വെച്ചിട്ടാണ്. പക്ഷേ നമുക്ക് പ്രോബ്ലം ഒന്ന് ചെയ്യുമ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നേ ഇല്ല. കാരണം നമുക്ക് ഡെസിമൽ പോയിന്റ് കഴിഞ്ഞിട്ട് 2 പ്ലേസോ 3 പ്ലേസോ ഒക്കെ വെച്ചിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാം. കാരണം ഇതാ ഈ നമ്പറിനെ നമുക്ക് വേണമെങ്കിൽ 27 വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ബാക്കിയുള്ള പ്ലേസസ് എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ 5 പ്ലേസസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ബാക്കി എത്ര 10 പ്ലേസോ 5 പ്ലേസോ ഒക്കെ വന്നാലും നമ്മൾ എന്ത് ചെയ്യേണ്ടത് മൈൻഡ് ആക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഈ നമ്പർ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് കൊടുത്താൽ തന്നെ ആൻസർ കറക്റ്റ് ആയിട്ട് കിട്ടും. അറ്റ്ലീസ്റ്റ് 2 അല്ലെങ്കിൽ 3 പ്ലേസസ് ഓഫ് ഡെസിമൽ വെച്ചിട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ വേണമെങ്കിൽ 3 പ്ലേസ് വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. വേണമെങ്കിൽ റൗണ്ട് ചെയ്തിട്ട് ചെയ്യാം. റൗണ്ട് ചെയ്യാനൊന്നും ഇപ്പോൾ ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ആൻസറും നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കിട്ടിയത് ഇതാണ്, കറക്റ്റ് ആൻസർ തന്നെയാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. നിങ്ങൾക്ക് ഈ ട്രിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളൊന്ന് തേർഡ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ തേർഡ് നമ്പറാണ് 17 ഡിവൈഡഡ് ബൈ 49. എങ്ങനെയാണ് ഇതിൽ പെട്ടെന്ന് തന്നെ ആൻസറിലേക്ക് വരുന്നത് നോക്കാം. നമ്മൾ ചെയ്യുന്ന സാധാരണ പ്രൊസീജിയർ ആണെങ്കിൽ ഇറ്റ് ഈസ് എ ലെങ്തി പ്രൊസീജിയറാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഡിവൈഡ് ചെയ്ത് നോക്കിക്കോ. എന്ത് ഞാൻ പറയുന്നത് ശരിയാണോ തെറ്റാണോ നിങ്ങൾ തന്നെ വിലയിരുത്തുക കേട്ടോ. അപ്പോൾ വലിയ ലെങ്തി പ്രൊസീജിയറാണ്. ആ പ്രൊസീജിയറിലേക്ക് ഒന്നും കിടക്കണ്ട, നമ്മൾ ചെയ്യാൻ പോകുന്നത് നോക്കിക്കോളൂ. 17 ഡിവൈഡഡ് ബൈ 49നോട് ഒരു നമ്പർ കൂട്ടി എഴുതി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി 50 കിട്ടി. താഴെ ഒരു 0 ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു ഓട്ടോമാറ്റിക്കായിട്ട് ബാക്ക് സൈഡിൽ നിന്ന് ഒരു പ്ലേസ് ഓഫ് ഡെസിമൽ മാറ്റിയിട്ടു. അപ്പോൾ നിങ്ങൾക്ക് 1.7 ഡിവൈഡഡ് ബൈ 5 എന്ന് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ സാധാരണ 5 കൊണ്ട് നിങ്ങൾ വെറുതെ ഡിവൈഡ് ചെയ്ത് പോയാൽ മതി, ഒരു പ്രശ്നവുമില്ല. അത് മൈൻഡിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. വെറുതെ എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ ഞാൻ എഴുതുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് എഴുതുന്നു എന്നേ ഉള്ളൂ കേട്ടോ. ശരിക്കും ഇത് മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്ത് ആൻസർ എഴുതാവുന്ന സാധനമേ ഉള്ളൂ. പക്ഷെ അതിന് നമ്മൾ കുറച്ചും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ആ മാത്സിനോടൊരു ഇഷ്ടം വരണം. ആ ചെയ്യുന്ന വഴിയിനോടും പെട്ടെന്ന് മൈൻഡിലേക്ക് നമ്മൾ മനസ്സിലാക്കി ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ആൻസറിലേക്ക് തന്നെ മനസ്സിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഇതിനെ 17 ആണ്. 1 എന്തായാലും പോവില്ല. അപ്പം നമ്മൾ 17 ഒരുമിച്ച് എടുക്കണം. 17 5 എത്ര പ്രാവശ്യം പോകുന്നുണ്ട് എന്ന് നോക്കാം. 3 ടൈംസ് പോകുന്നുണ്ട്. പക്ഷെ അവിടെ ഒരു ഡെസിമൽ പ്ലേസ് ഉണ്ട്. അപ്പം നമ്മളവിടെ ആ പോയിന്റ് ഇടാൻ മറന്നു പോകരുത്. ഫ്രണ്ടിൽ ഞാൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് 0 എന്ന് ഇടുന്നു. ആ 0 ഇട്ടാലും ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് 0.3 എന്ന് കിട്ടി. 3 × 5 15 ആണ്. നമുക്കിവിടെ 17 ആണ് നമ്പറുള്ള. അപ്പോൾ നമുക്ക് വി ഹാവ് ദ റിമൈൻഡർ 2. ആ 2 നിങ്ങൾ ഈ ഫ്രണ്ടിൽ വിചാരിക്കുന്നു. അപ്പം നെക്സ്റ്റ് വി ഹാവ് ദ നമ്പർ 23. കണ്ടോ, ഈ 23 എന്നുള്ള നമ്പർ നമുക്ക് കിട്ടി. അപ്പോൾ 23ൽ 5 എത്ര പ്രാവശ്യം പോയി 4 ടൈംസ് പോയി. ബാലൻസ് 3 കിട്ടി. 34 എന്ന് എടുക്കുക. 34ൽ 5 എത്ര പ്രാവശ്യം പോയി 6 ടൈംസ് പോയി. 30 ബാലൻസ് 4 ഉണ്ട്. 46ൽ 5 എത്ര പ്രാവശ്യം പോയി 9 ടൈംസ് പോയി. ആ 9 ഇവിടെ എഴുതി. ബാലൻസ് 1 ഉണ്ട്. 19ൽ 5 എത്ര പ്രാവശ്യം പോയി 3 ടൈംസ് പോയി. ബാലൻസ് 3 × 5 15 ആണ്. ബാലൻസ് 4 ഉണ്ട്. ആ 4 മനസ്സിലിവിടെ വിചാരിച്ചു. 43ൽ 5 എത്ര പ്രാവശ്യം പോയി 8 ടൈംസ് പോയി. ബാലൻസ് 3 ഉണ്ട്. 38ൽ 5 എത്ര പ്രാവശ്യം പോയി 7 ടൈംസ് പോയി. ബാലൻസ് 3 ഉണ്ട്. എഗെയിൻ 37ൽ 5 എത്ര പ്രാവശ്യം പോയി 7 ടൈംസ് പോയി. ബാലൻസ് 2 ഉണ്ട്. 27ൽ 5 എത്ര പ്രാവശ്യം പോയി 5 ടൈംസ് പോയി. ബാലൻസ് 2 ഉണ്ട്. എഗെയിൻ 25ൽ 5 എത്ര പ്രാവശ്യം പോയി 5 ടൈംസ് പോയി. പ്രൊസീജിയർ കഴിഞ്ഞു. അപ്പം ഞാനൊന്ന് ആൻസർ എഴുതണം. 0.3469
3 8 7 7 5 5. നിങ്ങൾ ആൻസർ കിട്ടി. ഇത് കാൽക്കുലേറ്ററിലൊന്ന് ചെക്ക് ചെയ്തോളൂ. കറക്റ്റ് ആൻസർ അല്ലേ? നോക്കൂ. അപ്പോൾ എത്ര ഡിജിറ്റ്സ് നമുക്ക് നമ്മളെ മൈൻഡിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുത്തു അല്ലേ? അപ്പോൾ ഈ ട്രിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഡിവിഷൻ്റെ ഇനിയും ഒരുപാട് ട്രിക്സ് ഉണ്ട്. അതൊക്കെ ആയിട്ട് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. ഈസി മാത്സ് ട്രിക്സും അതുപോലെ തന്നെ കുട്ടികൾക്ക് ബെനിഫിറ്റ് ആയിട്ടുള്ള അവരുടെ ക്ലാസ്സുകളിലെ പാഠങ്ങളും, അതായത് CBSE ആണെങ്കിലും സ്റ്റേറ്റ് ആണെങ്കിലും NIOS ആണെങ്കിലും അവരുടെ റിലേറ്റഡ് ടോപ്പിക്സ് അവരാവശ്യപ്പെടുന്നത് അനുസരിച്ചാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന സെക്ഷൻ ഒന്ന് എടുത്തു തരുമെന്ന് മിസ്സേ എൻ്റെ കമൻറ്റ് ബോക്സിൽ ചില കുട്ടികൾ ഇടാറുണ്ട്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ ഞാൻ അത് എടുക്കാറുണ്ട്. ഓക്കെ. അപ്പം നിങ്ങൾക്ക് ആവശ്യപ്പെട്ട എല്ലാ കാര്യങ്ങളും ഉണ്ട് റിലേറ്റഡ് ടു മാത്സ്. അപ്പം നിങ്ങൾ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറന്നു പോകരുത്. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തൽക്കാലം നിർത്തട്ടെ. ബൈ ബൈ.